പൗരസ്ത്യ സഭകൾക്കായുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രിഫെക്ട് കർദിനാൾ ക്ലോഡിയോ ഗുവേറോട്ടി സിറിയയിലേക്ക്. പാപ്പായുടെ അപ്പസ്തോലിക പ്രതിനിധിയായാണ് കർദിനാൾ വെള്ളിയാഴ്ച സിറിയയിലേക്ക് പോകുന്നത്. രാജ്യത്തെ കത്തോലിക്കർക്ക് പാപ്പായുടെ സ്നേഹവും സാമീപ്യവും അറിയിക്കാനും രാജ്യത്തിൻ്റെ പുനർനിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കാനുമാണ് പാപ്പായുടെ പ്രതിനിധിയുടെ ആഗമന ഉദ്ദേശ്യം. സ്വാതന്ത്ര്യത്തെയും മനുഷ്യൻ്റെ അന്തസ്സിനെയും വൈവിധ്യത്തെയും മാനിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ ഘടനകളാലും അഭിവൃദ്ധി ഉറപ്പു നൽകുന്ന സമാധാനപരമായ ഒരു രാജ്യത്തിൻ്റെ പുനർനിർമ്മാണത്തിന് ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തുവെന്ന് ഇതോടനുബന്ധിച്ച് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ഒരു പുതിയ ഭരണഘടനയുടെ കരട് തയ്യാറാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. സിറിയക്കാരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും കുടിയേറ്റത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പാപ്പായുടെ പ്രസ്താവനയിൽ പറയുന്നു. സിറിയയുടെ പുനർനിർമ്മാണത്തിന് സാധ്യമായ എല്ലാ സഹായങ്ങളും കത്തോലിക്ക സഭ വാഗ്ദാനം ചെയ്തു. സന്ദർശന വേളയിൽ ബിഷപ്പുമാർ, വൈദികർ, മതവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർ, കത്തോലിക്ക വിശ്വാസികൾ എന്നിവരെ കർദിനാൾ ഓരോ കത്തീഡ്രലുകളിലും സന്ദർശിക്കും. ഡമാസ്കസിലും അലപ്പോയിലും അദ്ദേഹം കമ്മ്യൂണിറ്റി നേതാക്കൾ, പുരോഹിതന്മാർ, മതവിശ്വാസികൾ, സാധാരണക്കാർ, പ്രാദേശിക സഭകളിലെ ചാരിറ്റി സംഘടനകളുമായും കൂടിക്കാഴ്ച നടത്തും.